നിങ്ങൾ അറിഞ്ഞു കാണും, സിറിയയിലെ ഡമാസ്കസിൽ അവിടെ ഏറ്റവും പുരാതനമായ പള്ളി, ക്രൈസ്തവ ദേവാലയം, ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചാണ്. സൺഡേ വർഷിപ്പ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് 2ഓളം ഭീകരർ വന്ന്, ഒരാൾ സൂയിസൈഡ് ബോംബറായിരുന്നു, അവിടെ അറ്റാക്ക് ചെയ്ത ആൾക്ക് ആദ്യം വെടിവെച്ചു കൊന്നു. പിന്നീട് ചർച്ചിനകത്ത് കയറി സ്വയമായിട്ട് പൊട്ടി അവിടെ തന്നെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടി അവിടെ കൊല്ലപ്പെടുന്നു. അതോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കൂടെ വന്ന ഒരു തീവ്രവാദി അവിടെ ഉണ്ടായിരുന്ന ആരാധനയിൽ, അതായത് കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികളെ വെടിവെച്ച് കൊല്ലുന്നു. ഏകദേശം 30ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് ലേറ്റസ്റ്റ് കണക്ക് പറയുന്നത്. അതേപോലെ തന്നെ 60 മുതൽ 70ഓളം പേര് സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി. നിങ്ങൾ ഉദ്ദേശിക്കാം എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു സന്ദർഭത്തിൽ സിറിയയിൽ ഇതേപോലെ സംഭവം ഉണ്ടാകാനുണ്ടായ കാരണം. അപ്പോൾ പല റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഞാനപ്പോൾ അതിനെപ്പറ്റി സിറിയയിൽ നിന്ന് വന്ന പത്രങ്ങളും അപ്പുറത്തുള്ള ക്രിസ്ത്യൻ വെബ്സൈറ്റുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കി, എന്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാനുണ്ടായ കാരണം. സിറിയൻ ഗവൺമെൻറ്, നിങ്ങൾക്കറിയാം, പഴയ തീവ്രവാദിയാണ് അഹമ്മദി അൽ സയാറ. അപ്പം അയാളെ കഴിഞ്ഞിടയ്ക്ക് ട്രംപ് സൗദി അറേബ്യയിൽ വെച്ച് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം ആ സന്ദർഭത്തിൽ അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇയാളോട് പറഞ്ഞു അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം കൊടുക്കണം,